ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാം പ്രതി മുരാരി ബാബു SIT കസ്റ്റഡിയിലെന്ന സൂചന. 2019 ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. ഷീജ വിവരങ്ങളുമായി ചേരുന്നത്. ഷീജ, സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് മുരാരി ബാബു എന്നായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. എന്തായാലും മുരാരി ബാബു ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ആര്യ, ഏതായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നിർണായകമായിട്ടുള്ള അടുത്ത പ്രതിയിലേക്ക് കൂടി SIT സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ മുരാരി ബാബു, ഈ കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബുവിനെ കസ്റ്റഡി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് പ്രത്യേകിച്ചും മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നടക്കം ശേഖരിച്ചുകൊണ്ടാണ് രണ്ടാം പ്രതിയിലേക്ക് SIT സംഘം എത്തുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മുരാരി ബാബു 2019 ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു SITയുടെ കസ്റ്റഡിയിലാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളുടെ കൈവശം ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി കൊണ്ടുപോയ പാളികൾ അത് സ്വർണ്ണപ്പാളിയല്ല ചെമ്പുപാളിയാണ് എന്നുള്ള വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ മുരാരി ബാബു ആയിരുന്നു. മുരാരി ബാബുവിന്റെ കസ്റ്റഡി അത് ഉടൻ തന്നെ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും. കൂടുതൽ കസ്റ്റഡിയിലാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുന്നതായിരിക്കും. ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക. 2019 സമാനമായ രീതിയിൽ തന്നെ 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി മുരാരി ബാബു ഇടപെട്ടതിന്റെ തെളിവുകൾ നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള നീക്കം പക്ഷേ ദേവസ്വം ബോർഡാണ് അത് തടഞ്ഞതും ആ നീക്കം ഇല്ലാതാക്കിയതും. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാനുള്ള നീക്കം 2024 അതേ തുടർന്ന് നടന്നിരുന്നില്ല. ഇതെല്ലാം ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നിർണായകമായിട്ടുള്ള രണ്ടാം പ്രതിയിലേക്കുള്ള ഒരു കസ്റ്റഡി അത് തന്നെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഷീജ, മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് ഈ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം അതടക്കമുള്ള നടപടികൾ വേഗത്തിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് രണ്ടാം പ്രതി മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടായിരിക്കുന്നത്. ഇനി ചോദ്യം ചെയ്യൽ അതിന് ശേഷമുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടിയിരിക്കുന്നു. ചില നിർണായക വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഓരോ ദിവസവും നിർണായകം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി ഇന്ന് 8ാം ദിനമാണ്. ഇന്നും ചോദ്യം ചെയ്യൽ ആ രീതിയിൽ തന്നെ തുടരും. മുരാരി ബാബുവിനെ എവിടെയാണ് മുരാരി ബാബു ഉള്ളത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനത്തിലേക്ക് SIT എത്തുക. ആര്യ, ഈ 2019 ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. ആ സമയത്തും ഇതുപോലെയുള്ള സ്വർണ്ണപ്പാളി ഇതുമായി ബന്ധപ്പെട്ട നിർണായക ഇടപെടൽ മുരാരി ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 2024 സമാനമായി പോറ്റിക്ക് വേണ്ടി മുരാരി ബാബു ഇടപെട്ടു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. തീർച്ചയായും. അതായത് 2019 അന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. അന്ന് ഈ സ്വർണ്ണപ്പാളികൾ അത് സ്വർണ്ണപ്പാളികളല്ല ചെമ്പുപാളികളാണ് എന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു പ്രധാനമായും നൽകിയിട്ടുണ്ടായിരുന്നത്. ആ റിപ്പോർട്ട് വ്യാജമാണ് എന്നുള്ള കാര്യം പിന്നീട് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി തയ്യാറാക്കിയ റിപ്പോർട്ടാണത് എന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും അതിനുശേഷവും പക്ഷേ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടൽ തുടർന്നിരുന്നു എന്നുള്ളതാണ്
ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2024 വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിന് വേണ്ടി കൊടുത്തുവിടേണ്ടതുണ്ട് എന്നുള്ള ഒരു ശുപാർശ എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ മുരാരി ബാബു നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ദേവസ്വം ബോർഡ് ശുപാർശ അത് നിരാകരിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ആ രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. ഏതായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പലതും മുരാരി ബാബുവിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതൊക്കെ ഈ ചോദ്യം ചെയ്യലിൽ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിവേഗ നടപടികളിലേക്ക് SIT സംഘം കടന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം പ്രതിയായ മുരാരി ബാബുവിലേക്ക് കൂടി അന്വേഷണം നീണ്ടിരിക്കുന്നത്. എന്തായാലും മുരാരി ബാബു ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന സൂചനകളാണ് നിലവിൽ വരുന്നത്. S. ശ്രീജയാണ് വിവരങ്ങൾ നൽകിയത്.